കുട്ടിയെ പ്രസവിക്കുന്നത് ഒരു ബാത്റൂമില്. അതിനുശേഷം പൊക്കിൾ കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ലാതെ അവസ്ഥയിലാണ് ഈ കുട്ടിയെ റബ്ബർ തോട്ടത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചത്. പൊക്കിൾ കൊടി പോലും മുറിച്ചു മാറ്റാതെ കയപ്പ് മാറിയപ്പോ പൊളപ്പ് കാട്ടി കാട്ടിലിരുന്ന് ചോരക്കുഞ്ഞിനെ കൊന്നൊരുത്തി. അവൾ പെണ്ണോ? കിട്ടാവുന്ന നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന വളരെ പല കേസുകളും വരുന്നുണ്ട്. കുട്ടികളെ ഇങ്ങനെ നവജാത ശിശുക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അവർക്ക് കൊടുക്കാവുന്ന വലിയൊരു ശിക്ഷയാണ്. കാര്യം അമ്മ തൊട്ടിൽ പോലുള്ള പല സംവിധാനങ്ങളും ഇവിടെ ഉള്ളപ്പോൾ, ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പല സംവിധാനങ്ങൾ ഗവൺമെന്റ് ഉള്ളപ്പോൾ ഇത്തരപ്രകാരം കുട്ടികളെ കൊണ്ടുപോയി മരണത്തിന് കൊടുക്കുന്നത് അത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് ശിക്ഷ എന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിലും നിയമത്തിന് പരിമിതികളല്ല. ഇതുപോലുള്ള ഒരു കേസിൽ ഒരു വ്യക്തിക്ക് തോന്നുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം കോടതിക്ക് തോന്നിയാൽ ശരിയാവില്ലല്ലോ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇവളുടെ ആ പൂഞ്ഞി ഉണ്ടല്ലോ, അതങ്ങോട്ട് തുന്നിക്കെറ്റി ബെൻഡ് ചെയ്ത് കളയണം. ഈ പ്രതി ഈ ഗർഭം മറച്ചു വെച്ചിരുന്നു. യാതൊരു വിധത്തിലുള്ള ഗർഭകാല സംരക്ഷണമൊന്നും കൊടുക്കുകയും ചെയ്യാതെ ആരും അറിഞ്ഞിട്ടില്ല. സ്വന്തം ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ആ കുഞ്ഞി സ്വതന്ത്രനായി ജനിച്ചത് ഒരു കാമറാണിയുടെ ഉള്ളിലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണല്ലോ പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാത്ത സ്വാതന്ത്ര്യം കൊടുക്കാഞ്ഞത്. ഭർത്താവ് പോലും അറിയാത്ത തരത്തിലുള്ള കയപ്പ്, കുത്തിപ്പറി, ഭർത്താവ് പോലും അറിയാതെ പ്രസവിച്ചു. ആലോചിച്ച് നോക്കണം, പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഊറിന പോലെയാണ് ഇവൾക്കൊക്കെ. പ്രസവിക്കുക ഒരുമാതിരി അത്രയേ ഉള്ളൂ. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇക്കെ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിന് അപകടം അല്ലെങ്കിൽ മരണം സംഭവിക്കാമെന്നുള്ള അറിവ് ആ ഉപേക്ഷിക്കപ്പെട്ട ആൾക്ക് ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് 304 പാർട്ട് 2 കോടതി ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. കോടതിയോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്, ഇവളുടെ ആ പൂഞ്ഞിണ്ടല്ലോ അതിൽ കമ്പിപ്പാറ കയറ്റി നിൽക്കാനുള്ള എന്തെങ്കിലും നിയമം കൊണ്ടുവരും. ആഗ്രഹിച്ചു പോവാം, സ്വാഭാവികം. അല്ല, അങ്ങനെ ആകുമ്പം തീരാത്ത കടിയും കുത്തിപ്പറയൊക്കെ അങ്ങോട്ട് മാറി കിട്ടും ചെയ്യല്ലോ. ഫേസ്ബുക്കിലുള്ള ഒരു കാമുകൻ ഇവരോട് ചാറ്റ് ചെയ്യുകയും ഇനി ഇവരെ സ്വീകരിക്കണമെങ്കിൽ ഗർഭിണിയായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ കുട്ടി പ്രശ്നമാണ് എന്ന് അറിഞ്ഞാണ് ഈ കുട്ടി ഇത് ഗർഭം സപ്രസ് ചെയ്യുന്നത്. സപ്രസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പ്രസവിച്ച സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് വളരെ അന്വേഷണം നടത്തുകയും ഈ കുട്ടി അടക്കമുള്ള ഒരു 10-20 ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ അടക്കം 10-20ഓളം പേരുടെ ബ്ലഡ് സാമ്പിൾ DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കും. അതിൽ നിന്നാണ് ഈ വിഷ്ണുവും രേഷ്മയുമാണ് ഈ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളെന്ന് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇവരെ പ്രതിയാക്കിയ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് രേഷ്മന്റെ വിഷ്ണുവിടെ അല്ലെങ്കിലും മുള്ളിന് ഇതൊന്നും ബാധകല്ല. ഇതൊക്കെ ബാധകമായി മാറുന്നത് ഇലകൾക്കല്ലേ. പറ്റുമെങ്കിൽ മാത്രം ഇതുപോലുള്ള കാമറാണികളുടെ മുഖമൊക്കെ മറച്ച് അവരുടെ മഹതികളായി വെക്കാതെ സമൂഹം അറിയത്തക്ക രീതിയിൽ ഈ കാമറാണിയുടെ ഒക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ളവന്മാരുടെ ഒക്കെ മുഖം ഒന്ന് സമൂഹത്തിന് കാണുന്ന രീതിയിൽ ചെയ്തു. ഭർത്താവ് പോലും അറിയാതെ മാതിരി കയ്പ് കാണിച്ചു ഒരുത്തി നാളെ ഇതുപോലെ ഏതെങ്കിലും കുട്ടീനെ ഒരുമാതിരി അപ്പിയിട്ടുണ്ട് ലാഘവത്തിൽ എറിയോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റൂല.